പ്രിയപ്പെട്ട ഗുഡ്നസ് പ്രേക്ഷകരെ, നാം ഇതിനോടകം മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലൂടെ ധാരാളം വ്യക്തികളെ പരിചയപ്പെട്ടു. ഏതാണ്ട് 70-ലേറെ പേർ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ കടന്നുപോയി. ഇന്ന് നമ്മളോടൊത്തുള്ളത് കണ്ടക്കടവ് സെൻറ്റ് ഫ്രാൻസിസ് സേവ്യർ ഇടവക അംഗമായ ഷാജനാണ്. ഷാജൻ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു കുടുംബം തന്നെ സുവിശേഷവൽക്കരണത്തിന് വേണ്ടി വർഷങ്ങളായി ഇറങ്ങിത്തിരിച്ചവരാണ്. അതോടൊപ്പം തന്നെ ഷാജൻ്റെ മന്ന എന്ന പുസ്തകം വളരെ പോപ്പുലറായ ഒരു പുസ്തകമാണ്. 5ഓളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ കാണുവാനും അദ്ദേഹത്തെ ശ്രവിക്കുവാനുമായിട്ട് പോകാം. അതിന് മുമ്പായി ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും യേശുനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബ്രദർ ഷാജൻ, ഇതിനു മുമ്പ് ഈ മനസ്സ് നിറഞ്ഞെന്നൊരു പ്രോഗ്രാം കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായും ഒത്തിരി മനുഷ്യർക്ക് വളരെയധികം പ്രചോദനം കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ്. കാരണം ദൈവവേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അനുഭവങ്ങൾ സത്യത്തിൽ അപ്പോസ്തലന്മാരുടെ അനുഭവങ്ങൾക്ക് തുല്യമാണ്. ഈ പ്രോഗ്രാമിലേക്ക് പ്രത്യേകിച്ച് ഗുഡ്നസ് ടിവിയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയാമോ? എൻ്റെ പേര് ഷാജൻ അറക്കൽ എന്നാണ്. എൻ്റെ ജീവിത പങ്കാളി ജിഷ മരിയ. 2 മക്കളാണുള്ളത്, എൽറോയ്, എൽഷദായ്. അപ്പച്ചൻ മരിച്ചിട്ട് ഏകദേശം 5 വർഷമാകുന്നു. അമ്മച്ചിയുണ്ട്. പിന്നെ ഞങ്ങൾ 3 മക്കളാണ്. എൻ്റെ ചേച്ചി ഷെർമി, ജെയിംസ്, അവർക്ക് 3 കുട്ടികളുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ അനിയൻ ഷൈൻ, അവനും 3 കുട്ടികളുണ്ട്. ഷൈൻ എന്നോടൊപ്പം ഫുൾ ടൈം സുവിശേഷ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാണ്. നിങ്ങൾ ഈ 2 മക്കളും, പ്രത്യേകിച്ച് ഞാൻ കേട്ടിരിക്കുന്നത് അറക്കൽ ഫാമിലി തന്നെ ഒരു സുവിശേഷ പ്രഘോഷണ കുടുംബമാണെന്നാണ്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഇതെങ്ങനെ ആരംഭിച്ചു, എങ്ങനെ ഓരോരുത്തരും ഏത് രീതിയിലാണ് ഈ ശുശ്രൂഷയിലേക്ക് വന്നത്? മാതാപിതാക്കന്മാർ തന്നെയാണ് അതിന് കാരണക്കാർ. കാരണം അപ്പച്ചനാണെങ്കിലും അമ്മച്ചിയാണെങ്കിലും നവീകരണത്തോട് ബന്ധമുണ്ടായിരുന്നവരാണ്. പ്രത്യേകിച്ച് ആദ്യകാലഘട്ടങ്ങളിലൊക്കെ അപ്പച്ചൻ ധ്യാനത്തിന് പോയി ജീവിതത്തിൽ മാറ്റം സംഭവിച്ചപ്പോൾ ഒത്തിരി മനുഷ്യരെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്ന പ്രേക്ഷിത വേലയും പിന്നെ പല ധ്യാന കേന്ദ്രങ്ങളിലും കൗൺസിലിംഗ് ശുശ്രൂഷകളിലൊക്കെ സഹായിക്കാൻ അപ്പച്ചൻ പോകാറുണ്ടായിരുന്നു. അപ്പോൾ അപ്പച്ചനിലൂടെ പ്രചോദനം ഉൾക്കൊണ്ടാണ് നമ്മളും ഇതേ വഴിയിലൂടെ എത്തപ്പെടുന്നത്. സാധാരണഗതിയിൽ ഒരു അപ്പന് 2 മക്കളുണ്ടെങ്കിൽ ഒരുത്തൻ കരിസ്മാറ്റിക് ആണെങ്കിൽ മറ്റൊരുത്തൻ വേറെ വഴിക്കായിരിക്കും പോകുന്നത്. നിങ്ങൾ 2 പേരും ഒരുപോലെ ശുശ്രൂഷകരാണ്. അതിലേക്ക് നിങ്ങൾ നയിച്ചതും ഇത് തന്നെയായിരിക്കുമോ? നമ്മുടെ ഈ സുഭാഷിതങ്ങളിൽ ഒരു വേർഡുണ്ടല്ലോ, ശൈശവത്തിലെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലെത്തിയാൽ അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. അപ്പോൾ ചെറുപ്പത്തിലേ കിട്ടുന്ന ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് കുടുംബം മുഴുവൻ ഒരു പ്രാർത്ഥനയുടെ അനുഭവത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമായതുകൊണ്ടായിരിക്കാം ഞങ്ങളും ആ ഒരു വഴിയിലൂടെ വന്നത്. ഷാജൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകളും അതുപോലെ തന്നെ പിന്നീട് ഈ നവീകരണത്തിൽ വരാനിടയായ പശ്ചാത്തലം ഉണ്ടല്ലോ, കൂടെ പോയെന്നൊക്കെയുള്ള വാസ്തവം. എന്നാലും പ്രഘോഷണത്തിനൊരു വേദിയൊക്കെ ഉണ്ടായി വരണമല്ലോ, അതിന് ഇടയായ സംഭവങ്ങളൊന്ന് പറയാമോ? എനിക്ക് ദൈവവിളി ഉണ്ടാവുന്നത് എൻ്റെ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെയാണ്. അതായത് 9th പഠിക്കുമ്പോഴാണ് ഞാനൊരു ഹൃദയസ്പർശിയായ ഒരു ധ്യാനം കൂടുന്നത്. അതൊരു ക്രിസ്ത്യൻ ധ്യാനമായിരുന്നു, ഡിവൈനിൽ വെച്ച്. അന്ന് ആ ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായ ഒരു പ്രേരണയെന്ന് പറഞ്ഞാൽ ആ ധ്യാനിപ്പിക്കുന്ന ആളുകളെ പോലെയായി ഞാനും മാറുക. സാധാരണ ധ്യാനം കൂടുമ്പോൾ ആളുകൾക്ക് പ്രകടമായ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്ക അനുഭവമൊന്നും ഉണ്ടായില്ലെങ്കിലും ആ ധ്യാനം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലൊരു ജീവിത ലക്ഷ്യം പോലെ എനിക്ക് അനുഭവപ്പെട്ടത് എനിക്കും എന്നെ ധ്യാനിപ്പിച്ചവരെ പോലെയായി തീരണം. ആ ഒരു പ്രേരണയാണ് ഒരു ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എന്താ പറയണത്, സുവിശേഷ പ്രഘോഷണ ദൗത്യം ആരംഭിച്ചായിരുന്നു. എങ്ങനെയാണുണ്ടായത്? ആദ്യകാലങ്ങളിലൊക്കെ ആളുകൾ വരുമ്പോൾ പ്രാർത്ഥന ഗ്രൂപ്പ് തുടങ്ങണം, നിലനിൽക്കുവാനായിട്ട് അത് സഹായകരമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ വിടുന്നത്. അപ്പം ഞങ്ങൾ 2 പേര് ആണ് ആദ്യമായിട്ട് ആ ധ്യാനത്തിൽ
കുട്ടികളായിട്ട് 9th പഠിക്കുമ്പോൾ പങ്കെടുക്കുന്നത്. അതൊന്ന് ഒരാൾ വൈദികനായി, അന്ന് ധ്യാനത്തിൽ പങ്കെടുത്തതിൽ ഒരാൾ വൈദികനുമായി, ഒരാൾ ഫുൾ ടൈം സുവിശേഷകനുമായി. അപ്പം ഞങ്ങൾ ധ്യാനം കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ വീടിനടുത്തൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ആരംഭിക്കുകയാണ്. ആ പ്രാർത്ഥനാ ഗ്രൂപ്പ് അന്നത്തെ കാലഘട്ടങ്ങളിൽ അത് വളരെ ഒരു വളർച്ചയുള്ള ഗ്രൂപ്പായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മാതാപിതാക്കന്മാരെ സംബന്ധിച്ച് ഈ ശനി ഞായർ ദിവസങ്ങളിൽ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കുറേയൊക്കെ കഷ്ടപ്പാട് നിറഞ്ഞ അവസ്ഥയാണ്. അപ്പോൾ ഈ കുട്ടികളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ സാധാരണ എല്ലാ മാതാപിതാക്കന്മാരും കുട്ടികളെയും കൊണ്ട് അവിടെ വരുന്നു. അതൊരു വലിയ 10, 100, 150 കുട്ടികളൊക്കെ പങ്കെടുക്കുന്ന ഒരു ഗ്രൂപ്പായി മാറി. ആ ഗ്രൂപ്പാണ് വളർന്നൊരു ധ്യാന ടീമായി തീരുന്നത്. അപ്പോൾ ഈ ഇതുപോലെ കുട്ടികളുടെ ധ്യാനമൊക്കെ കഴിഞ്ഞ് പിന്നീട് ഈ ധ്യാന മന്ദിരങ്ങളിൽ ധ്യാനിപ്പിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് പലയിടത്തും. അതെങ്ങനെയാണ് ആ രീതിയിലെത്തിയത്? പ്രായത്തിനനുസരിച്ചുള്ള വളർച്ച ധ്യാന ശുശ്രൂഷകളിലും ഉണ്ടായി എന്നുള്ളതാണ്. അതായത് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഈ ഹൈസ്കൂൾ ധ്യാനം നടത്തുന്നത്. ഞാൻ ഒരു കോളേജ് പ്രായമായപ്പോഴേക്കും 18 വയസ്സുള്ളപ്പോൾ കേരളത്തിലുള്ള മിക്കവാറും കലാലയങ്ങളിലേക്ക് കടന്നു പോകാനായിട്ട് സാധിച്ചു. പിന്നെ അത് 20 വയസ്സായപ്പോൾ അത് കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ധ്യാനങ്ങളായി മാറി. 25ാമത്തെ വയസ്സിലാണ് ശുശ്രൂഷകരുടെ ധ്യാനമൊക്കെ ആരംഭിക്കുന്നത്. അപ്പം ഇത് പ്രായത്തിനനുസരിച്ച് എന്താ പറയണത്, നമ്മൾ വളരുന്നത് പോലെ തന്നെ നമ്മുടെ ശുശ്രൂഷാ മേഖലകളും രീതികളും ഒക്കെ മാറ്റം സംഭവിച്ചുകൊണ്ടിരുന്നു. ഇപ്പം ധ്യാനം ഇതിന് മാത്രമല്ലല്ലോ, വേറെ ചില സ്പെഷ്യൽ ധ്യാനങ്ങൾ ഞാൻ കേട്ടിരിക്കുന്നത് ഇദ്ദേഹം ഈ സമർപ്പിതരുടെ അപ്പോസ്തലനാണെന്നാണ് ആൾക്കാർ പറയുന്നത്. ശരിയാണോ അതിനകത്ത് വാസ്തവത്തിലാണ്? അതായത് ഈ ഫയർ കോൺഫറൻസുകൾ ഏറ്റവും കൂടുതൽ കത്തിപ്പടർന്നത് സമർപ്പിതരുടെ ഇടയിലാണ്. ഒത്തിരി സന്യാസ സഭകളിൽ സന്യസ്തർക്ക് വേണ്ടിയുള്ള ധ്യാനങ്ങൾ, അത് ഈ സുവിശേഷ വേലയെ കുറെ കൂടി വളരെ ശക്തിപ്പെടുത്തുവാനായിട്ട് ആ ധ്യാനം കാരണമായി. ഒരു ധ്യാനത്തിൻ്റെ റിസൾട്ടിൽ നിന്നാണ് ഈ ധ്യാനം കാട്ടുതീ പോലെ പരക്കുന്നത്. ഇപ്പം കേരളത്തിൽ നല്ലൊരു ശതമാനം കോൺഗ്രീഗേഷനുകളും കവർ ചെയ്യാനായിട്ട് ഈ ഫയർ കോൺഫറൻസ് എന്ന ധ്യാനത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10,000-കണക്കിന് സമർപ്പിതർ ഇപ്രകാരം ഈ ധ്യാനത്തിലൂടെ കടന്നു പോകാനുള്ള കൃപ ദൈവം തന്നിട്ടുണ്ട്. മുഖ്യമായും ഇദ്ദേഹത്തിൻ്റെ ശൈലിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും നല്ലൊരു ശിഷ്യത്വത്തിലേക്ക് മനുഷ്യരെ വളരത്തക്ക രീതിയിൽ, മറ്റ് ശുശ്രൂഷകരെ വളർന്നു വരത്തക്ക രീതിയിലുള്ള പ്രോഗ്രാംസ് പലതും ഉണ്ടല്ലോ. അതിനൊക്കെയുള്ള പരിശീലനം എങ്ങനെ ലഭിച്ചു? ഈശോ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രഘോഷിക്കുവിൻ. ഈ പ്രഘോഷണം നടക്കുന്നതോടൊപ്പം തന്നെ ഈ അവരെ വിശ്വാസത്തിൽ വളർത്തുവാനുള്ള സംവിധാനങ്ങളുടെ അപര്യാപ്തത നന്നായിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഈ നമ്മളുടെ ഉള്ളിലുള്ള സ്വപ്നം ആത്മരക്ഷയായതുകൊണ്ട് ഈ ആത്മാക്കളെ രക്ഷിക്കാനുള്ള ഒത്തിരി ശുശ്രൂഷകരുണ്ടാകണമെന്നുള്ള ഒരു സ്വപ്നം ഉണ്ടാവുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ മനുഷ്യരെല്ലാവരും, വിളി ലഭിച്ചവരെല്ലാം മനുഷ്യരാണ്, മനുഷ്യരെല്ലാവരും ബലഹീനരുമാണ്. അപ്പോൾ ഒരുപാട് വേലക്കാരുടെ വീഴ്ച, അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പോലുമുള്ള വീഴ്ചകൾ അവരെ എന്താ പറയണത്, വീഴാതെ കുറെ കൂടി ആഴത്തിൽ കൃപാവരങ്ങളിൽ വളരാനുള്ള ഒരു അന്വേഷണ തീവ്രതയുണ്ടായിരുന്നു. ഒത്തിരി ബൈബിള് വചനത്തോടുള്ള ഒരു തീവ്രമായ താല്പര്യം ഉണ്ടായിരുന്നു. ഒരിക്കലും കേൾക്കാത്ത കാര്യങ്ങളാണ് കേൾക്കുന്നതെന്ന്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിന്ന് വ്യത്യസ്തമായ കാര്യം അടുത്ത തവണ പറയാനായിട്ട് നമ്മൾ മാക്സിമം പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അങ്ങനെ ഒരുക്കുന്നു. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതോടൊപ്പം തന്നെ പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് മന്ന, വളരെയധികം സ്പർശിച്ചിട്ടുള്ളൊരു പുസ്തകമാണ്. ഈ എഴുത്തിൻ്റെ മേഖലയിലേക്ക് വരാനിടയായ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയാണെന്ന് പറയാം. നമുക്കൊരു ലേഖനം എഴുതാനുള്ള പ്രേരണ ഉണ്ടാവുകയാണ്. പക്ഷെ ലേഖനം എഴുതിയിട്ട് നല്ലൊരു ക്രൈസ്തവ മാസികയ്ക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഇത് പ്രസിദ്ധീകരണ യോഗ്യമല്ലെന്ന്. അതായത് നമ്മൾ ആ ലേഖനം നമ്മൾ എഴുത്തുകാരനല്ല, ആദ്യമായിട്ടൊരു ലേഖനം എഴുതുകയാണ്. അത് തന്നെ കുറേ തവണ വെട്ടും തിരുത്തും നടത്തിയാണ് എഴുതുന്നത്. അപ്പോൾ വളരെ പ്രതീക്ഷയോടെയാണ് നമ്മൾ ആ ലേഖനം
മാഗസിൻ അയച്ചു കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ എന്നിട്ട് നമ്മൾ എല്ലാ മാസവും കാത്തിരിക്കുകയാണ് നമ്മുടെ ലേഖനം വരാൻ വേണ്ടി. അപ്പോൾ ഒരു 6 മാസമായിട്ടും അതിനെക്കുറിച്ച് ഒരു എത്തും പിടിയും കിട്ടാത്തത് കൊണ്ട് ഞാൻ അവിടുത്തെ പ്രസിദ്ധീകരണ വിഭാഗത്തിലേക്ക് ഞാൻ വിളിക്കുകയാണ്, പത്രാധിപ സമിതിയെ വിളിക്കുക. അപ്പോൾ അവർ പറഞ്ഞു അത് പ്രസിദ്ധീകരണ യോഗ്യമല്ലെന്ന്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു വിഷമമാണ് തോന്നിയത്. കാരണം നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഉള്ളിലൊരു ചിന്ത വന്നു, ഞാൻ ഇനിയും എഴുതും, പക്ഷെ ഞാൻ ആർക്കും അയച്ചു കൊടുക്കുന്നില്ല. അങ്ങനെ ഞാൻ എഴുതി വെച്ച ഒരു നല്ലൊരു ശതമാനം ലേഖനങ്ങളായപ്പോൾ ഒരിക്കലും ഇടവകയിൽ നമ്മുടെ ബോബി ജോസ് കട്ടിക്കാട്ടച്ചൻ ധ്യാനത്തിന് വേണ്ടി വന്നു. അപ്പം ഞാൻ ഈ എഴുതിയ പുസ്തകം ഈ കുറേ ലേഖനങ്ങളുമായിട്ട് ഞാൻ അച്ഛനെ സമീപിക്കുകയാണ്. അപ്പോഴാണ് അച്ഛൻ പറയുന്നത്, ഇത് നമുക്ക് പുസ്തകമായിട്ട് ഇറക്കാൻ പറ്റുന്നതാണ്. അച്ഛനാണ് ആ ഒരു പ്രേരണ പ്രചോദനം തരുന്നത്. അപ്പം അത് പുസ്തകമായിട്ട് ഇറങ്ങുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ആളുകളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നു. അപ്പോൾ ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് കുറേ ലേഖനങ്ങളുണ്ട്. എല്ലാം എന്താ പറയണത്, പ്രചോദനാത്മകമായ രീതിയിലുള്ള ലേഖനങ്ങളാണ്. അതും അനുഭവങ്ങളുടെ തലത്തിലാണ് അത് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, വലിയ പുസ്തകമാണെങ്കിൽ ആൾക്കാർ പെട്ടെന്ന് വാങ്ങാൻ പ്രാക്ടിക്കലല്ല. അപ്പോൾ പുഴയോരത്തെ വൃക്ഷം എന്നുള്ളൊരു പേര് അച്ഛൻ തരികയാണ്. ആറ്റുതീരത്തെ വൃക്ഷം, ആ വൃക്ഷത്തിന് 3 ഭാഗമാണുള്ളത്: വേരുകൾ, തളിരുകൾ, പൂക്കൾ. അതായത് ഫെയ്ത്ത്, ഹോപ്പ്, ചാരിറ്റി, വിശ്വാസവും പ്രത്യാശയും സ്നേഹവും. അപ്പോൾ ഒന്നാമത്തെ പുസ്തകം വേരുകൾ എന്ന പേരിൽ, അത് ഒരു പുസ്തക പരമ്പര പോലെയാണ്. പുഴയോരത്തെ വൃക്ഷം, ആറ്റുതീരത്തെ വൃക്ഷം എന്നുള്ളതാണ് പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ ആറ്റുതീരത്തുള്ള വൃക്ഷത്തിന് വേരുകളുണ്ട്, തളിരുകളുണ്ട്, പൂക്കളുണ്ട്. അപ്പോൾ വേരുകൾ എന്ന് പറഞ്ഞാൽ ഒരു ക്രൈസ്തവ ജീവിതത്തെ സംബന്ധിച്ച് വേരുകൾ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമാണ്. അപ്പോൾ വേരുകൾ വിശ്വാസത്തിൻ്റെ അനുഭവങ്ങളാണ് വേരുകളിലുള്ളത്. തളിരുകൾ എപ്പോഴും പ്രതീക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. പൂക്കളെന്ന് പറയുന്നത് സ്നേഹമാണ്. അപ്പോൾ ദൈവിക പുണ്യങ്ങൾ തന്നെ പുസ്തകമായിട്ട് ഇറങ്ങി. അങ്ങനെ ഇറങ്ങി. പിന്നെ എന്താ പറയണത്, എൻ്റെ ഉള്ളിലൊരു തീവ്രമായ ആഗ്രഹം ഉണ്ടായിരുന്നു ഈ പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത്. എൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ശതമാനം കാലഘട്ടവും ഞാൻ ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് അറിയാനായിട്ട് ബൈബിളിലും അല്ലാതെയൊക്കെ അറിയാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ടായിരുന്നു. അതാണ് പുഴയോരത്തെ വൃക്ഷം എന്ന പുസ്തക പരമ്പരയിലെ 4ാമത്തെ പുസ്തകമായിട്ട് വരുന്നത് ചിറകുകൾ. കൂടുതൽ പ്രാർത്ഥനയാണല്ലോ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ചിറകെന്ന് പറയുന്നത്. ആ ചിറകിലൂടെയാണ് മനുഷ്യൻ പറന്നുയരുന്നത്. അപ്പോൾ ആ ചിറകിറങ്ങി. എന്നാൽ മന്ന എന്ന് പറയുന്ന പുസ്തകമാണ് ബെസ്റ്റ് സെല്ലറായി മാറിയത്. മന്ന എന്ന പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലല്ലേ, അത് എന്താ പറയണത്, യഥാർത്ഥത്തിൽ ആ പുസ്തകം എഴുതിയത് നമ്മുടെ കരിസ്മാറ്റിക് ലോകത്തിലെ കൗൺസിലേഴ്സിന് വേണ്ടിയാണ്. അതായത് ഒരു പ്രതിസന്ധിയുമായിട്ട് ഒരു മനുഷ്യൻ കൗൺസിലറിനെ സമീപിക്കുമ്പോൾ അവന് കൊടുക്കുവാനുള്ള കൃത്യമായ ദൈവിക വാഗ്ദത്തം കൗൺസിലറിനെ കണ്ടെത്താൻ സഹായിക്കാൻ വേണ്ടിയാണ് ആ പുസ്തകം എഴുതുന്നത്. എനിക്ക് തോന്നുന്നത് ആ പുസ്തകം ആണ് എനിക്ക് ഇറക്കുവാനായിട്ട് അധികം കഷ്ടപ്പെടേണ്ടി വന്നത്. കാരണം അതിൻ്റെ പിന്നിൽ 3 വർഷമാണ് ഞാൻ അതിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരുന്നത്. 2 തവണ ഇതിൻ്റെ DTP മുഴുവൻ കമ്പ്യൂട്ടർ തന്നെ അടിച്ചുപോയി. 3ാമത്തെ തവണ എന്താ പറയണത്, ഇത് ഭയങ്കര തടസ്സത്തെ നേരിട്ടാണ് ഈ പുസ്തകം ഇറങ്ങുന്നത്. അപ്പോൾ ഇറങ്ങുമ്പോഴും നമ്മുടെ ഉള്ളിൽ കൗൺസിലേഴ്സ് എന്ന് പറയുന്നത് ഒരു ധ്യാന കേന്ദ്രത്തിൽ കൂടി വന്ന 50ഓ 25ഓ 100ഓ ഒക്കെ കൗൺസിലേഴ്സ് ഉണ്ടാവും. അപ്പോൾ അത്രയും പേരിലേക്ക് എത്തുന്നൊരു ബുക്ക് എന്നുള്ള അത്ര കാഴ്ചപ്പാടേ ഉള്ളൂ. പക്ഷേ പുസ്തകം ഇറങ്ങിയപ്പോൾ സംഭവിച്ചത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഒരാൾ തന്നെ ഒരു 50ഉം 100ഉം പുസ്തകമൊക്കെ വാങ്ങുന്ന രീതിയിൽ. ഏറ്റവും വലിയ മിറക്കിളെന്ന് പറയുന്നത് ഒരു ദിവസം 3000 പുസ്തകം വരെ ചിലവായ ദിവസങ്ങളുണ്ട്. അപ്പം അത്രമാത്രം ബൈബിൾ കൺവെൻഷൻ, ഒത്തിരി വചനപ്രഘോഷകർ അത് പ്രൊമോട്ട് ചെയ്തു. കാരണം മനുഷ്യൻ്റെ ജീവിതത്തിലെ അനുദിന ജീവിതത്തിലെ വിഷയങ്ങൾക്കുള്ള പ്രതികൂലങ്ങൾക്കുള്ള ഉത്തരം കർത്താവ് എന്താ സംസാരിക്കണതെന്ന്. ഈശോ പറയുന്നുണ്ടല്ലോ, വിശുദ്ധ ലിഖിതമോ ദൈവത്തിൻ്റെ ശക്തിയോ തിരിച്ചറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നതെന്ന്.
അപ്പോൾ മനുഷ്യന് ദൈവവചനത്തെക്കുറിച്ചുള്ള അജ്ഞത ഉള്ളത് കൊണ്ടാണ് അവൻ ഈ പ്രതിസന്ധിയിൽ തപ്പിത്തടയുന്നത്. എന്നാൽ അതിൽ ബ്രദറിന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഒരു ഹൈന്ദവനായ ഒരു ചെറുപ്പക്കാരൻ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു, എനിക്ക് അവനെ പരിചയമൊന്നുമില്ല. അവൻ ഒരിക്കൽ എന്താ പറയണത്, ഈ നമ്മുടെ ഈ ജലപ്രളയം ഉണ്ടായപ്പോൾ ഈ വെള്ളം ശക്തമായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ ഇതിനെക്കുറിച്ചൊരു നമുക്കിപ്പം അറിയാം ജലപ്രളയത്തിൻ്റെ തീവ്രതയും വലിപ്പവും പ്രതിസന്ധികളും എന്ത് സംഭവിച്ചെന്നും. പക്ഷെ അത് സംഭവിച്ച് തുടങ്ങിയപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഈ മന്നയിൽ പ്രകൃതിക്ഷോഭങ്ങളെന്നുള്ള വചനം എടുത്ത് വായിക്കുക. അപ്പം ഇവൻ ഈ വചനം വായിക്കാൻ തുടങ്ങുമ്പോൾ എന്താ പറയണത്, അവനൊരു സങ്കടമുണ്ട്. അവൻ്റെ വീട്ടിലെ മതിലെന്ന് പറയുന്നത് ചരിഞ്ഞ മതിലാണ്. ഈ ചരിഞ്ഞ മതിൽ വീഴാതിരിക്കാൻ വേണ്ടി തൂണുകൊണ്ട് തടഞ്ഞു നിർത്തിയിരിക്കുന്ന മതിലാണ്. എന്ന് പറഞ്ഞാൽ അത് വീഴാതിരിക്കാനായിട്ടൊരു തട വെച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം വരുമ്പോൾ, വെള്ളം പൊങ്ങാൻ തുടങ്ങിയപ്പോൾ അവന് മനസ്സിലായി ഈ മതിൽ വീഴുമെന്ന്. അവൻ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ വ്യക്തിപരമായ സാക്ഷ്യമാണ്. അവിടെയുള്ള കൂറ്റൻ മതിലുകൾ പലതും എന്താ പറയണത്, ആ സ്ഥലത്ത് നന്നായിട്ട് വീടിനൊപ്പം വെള്ളം ഉയർന്ന സ്ഥലമാണ്. ആ മതിലുകളെല്ലാം തകർന്ന് വീണിട്ടും ഈ എന്താ പറയണത്, ചരിഞ്ഞ മതിലിനൊന്നും സംഭവിച്ചില്ലെന്ന്. മനുഷ്യബുദ്ധിക്ക് നിരക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇത് എന്നോട് പറയുന്നത് ഹൈന്ദവനായ ഒരു ചെറുപ്പക്കാരനാണ്. അവന് ഇതിൻ്റെ പവർ മനസ്സിലായത് നായിക്കാമ്പറമ്പിലച്ഛൻ്റെ ഒരു കൺവെൻഷനാണ്. അതായത് കൺവെൻഷൻ്റെ സമയത്ത് കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കാർമേഘം വന്നിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന ഏത് കണ്ണുമൊട്ടനും പറയും ഇപ്പോൾ മഴ പെയ്യുമെന്ന്. അപ്പം അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ കാർമേഘങ്ങളെല്ലാം ചിതറിപ്പോയി. അവൻ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഇതവൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ ഈ ബുക്ക് കൊടുക്കുന്നതും അച്ഛൻ തന്നെയാണ്. അപ്പോൾ ആ വചനത്തിലൂടെ അവൻ ആ ചരിഞ്ഞ മതിൽ പോലും എന്താ പറയണത്, അതിനൊന്നും സംഭവിച്ചില്ല എന്നുള്ളത്. അപ്പോൾ വചനത്തിൻ്റെ ശക്തി എന്ന് പറയണത് നമുക്കറിയാലോ, വചനത്താലാണ് എല്ലാം ഉണ്ടായത്, എല്ലാം പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതും എല്ലാം ഉണ്ടായതും. അപ്പോൾ ഈ വചനത്തിൻ്റെ ശക്തി മനുഷ്യൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൻ്റെ രീതി മാറും. അപ്പോൾ ഇത്രയും പല പ്രോഗ്രാം പറഞ്ഞല്ലോ. പിന്നെ നമുക്ക് ഈ സന്യസ്തരുടെ ധ്യാനത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. ആ ധ്യാനത്തിന് ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഏറ്റവും അനുഭവപ്രദമായ 1-2 അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. ലിയോ 13 മാർപ്പാപ്പ പറഞ്ഞല്ലോ, ഒരിക്കൽ കൂടി ഞങ്ങളെ ആ മാളിക മുറിയിലേക്ക് കൊണ്ടുപോകണമേ. അവിടെയാണല്ലോ പരിശുദ്ധാത്മാവിനെ അപ്പോസ്തലന്മാർ സ്വന്തമാക്കിയത്. അപ്പം ഇതൊരു മാളികമുറി അനുഭവം തന്നെയാണ്. കാരണമെന്ന് പറഞ്ഞാൽ ധ്യാനം ഫുള്ള് പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഈ അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം വായിക്കുമ്പോൾ അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു എന്ന് എഴുതിയിരിക്കുന്നു. അവിടെ സംഭവിക്കുന്നത് അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഓരോ ഫയർ കോൺഫറൻസും ഒരു മാളികമുറി അനുഭവം തന്നെയാണ്. അതിലൂടെ കേരള സഭയിൽ തന്നെ വളരെ ശക്തരായ വചനപ്രഘോഷകരുടെ ഒരു ടേണിംഗ് പോയിന്റായിട്ട് ഫയർ കോൺഫറൻസ് മാറിയിട്ടുണ്ട്. ഇത്രയും നേരം വളരെ ചെറുപ്പം മുതലേ ഒരു ശുശ്രൂഷ രംഗത്ത് വീഴാതെ തന്നെ ഉദ്ദേശിച്ചത് പൊതുവേ ജനങ്ങളുടെ ഇടയിൽ നല്ലൊരു സാക്ഷ്യമായി മുന്നോട്ട് പോകുന്ന ഒരു സഹോദരനെ പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതിനേക്കാളുപരി ഇദ്ദേഹം പാരീഷുമായിട്ടും വളരെ ബന്ധപ്പെട്ട് പോകുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കൊന്ന് വികാരിച്ചിനെ ഒന്ന് പരിചയപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ട് ഞങ്ങൾക്ക്. പ്രിയപ്പെട്ട ബ്രദർ ഷാജൻ അറക്കൽ കണ്ടക്കടവ് ഇടവകയുടെ അനുഗ്രഹീത സാന്നിധ്യമാണ്. ദൈവം അയച്ച സുവിശേഷത്തിൻ്റെ മണമുള്ള ഇടയൻ്റെ ഗന്ധമുള്ള ഒരു വചനപ്രഘോഷകനായിട്ട് വർഷങ്ങളായിട്ട് അനുഭവിക്കുവാനും മനസ്സിലാക്കാനുമായിട്ടൊക്കെ എല്ലാം സാധിച്ചിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് എനിക്ക് ഷാജൻ ബ്രദറുമായിട്ട് വർഷങ്ങളുടെ ബന്ധമുണ്ട്. ഒരുമിച്ച് ഞങ്ങൾ ശുശ്രൂഷകളിലൊക്കെ എല്ലാം ആയിരുന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഞാൻ ഷാജൻ ബ്രദറിൻ്റെ ഇടവക വികാരി കൂടെയാണ്. അപ്പോൾ ഇടവകയിൽ എങ്ങനെയാണ് ഒരു വചനപ്രഘോഷകൻ
വർത്തിക്കേണ്ടത് എന്നുള്ളതിൻ്റെ മാതൃക കൂടി ഷാജൻ ബ്രദറിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ദൈവവചന പ്രഘോഷണ രംഗത്ത് ഒരു ഇടവക വികാരിയെ, ഇടവക സമൂഹത്തെ എങ്ങനെ ഒരു വചന ശുശ്രൂഷകൻ്റെ ഇടപെടലിലൂടെ ഗുണപരമായ മാറ്റവും വളർച്ചയും കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു അനുഭവ സാക്ഷ്യം ഞാൻ ഈ ഇടവകയിൽ എത്തിച്ചേർന്ന ശേഷം ഒരു 10 മാസമായിട്ടുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ദൈവവചന പ്രഘോഷണ രംഗത്ത് സുവിശേഷവൽക്കരണം നമ്മുടെ ഇടവകകളിൽ ഏതൊക്കെ രീതിയിൽ നടത്താനായിട്ട് സാധിക്കും എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യം കൊണ്ടുവരുവാനായിട്ട് ഷാജൻ ബ്രദറിന് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഇടവകയിൽ തന്നെ നമ്മുടെ ഇടവക കുടുംബ കൂട്ടായ്മകളിൽ സഹകരിച്ചുകൊണ്ട്, ഇടവക വാർഡ് തലങ്ങളിൽ സഹകരിച്ചുകൊണ്ട്, കുടുംബ യൂണിറ്റിനെ ബലപ്പെടുത്തിക്കൊണ്ട്, മതാധ്യാപകരോട് ചേർന്ന് വിശ്വാസ പരിശീലന രംഗത്ത് സാധ്യമായ ഇടപെടലുകളും പ്രോത്സാഹനങ്ങളും ക്ലാസ്സുകളും നൽകിക്കൊണ്ട്, ഇടവകയിലെ കുട്ടികൾക്ക് ആവശ്യമായ പരിശീലനം നൽകിക്കൊണ്ട്, അങ്ങനെ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ ഒരു ഇടവക വളർച്ചയ്ക്ക്, ഇടവക കൂട്ടായ്മയുടെ വളർച്ചയ്ക്ക് സഹായകമാകുന്ന കാര്യങ്ങൾ സ്വന്തം ഇടവകയിലും ചെയ്യുവാനായിട്ട് സാധിക്കുന്ന ഒരു വചനപ്രഘോഷകനാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സജീവമായ ദൈവവചന ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഷാജൻ ബ്രദർ എന്നുള്ളതാണ്. എൻ്റെ പേര് പാപ്പച്ചൻ എന്നാണ്. ഞാൻ കണ്ടക്കടവിലുള്ളതാണ്. 2023 നവംബർ മാസത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഫയർ കോൺഫറൻസ് എന്ന ധ്യാനം കൂടുന്നത്. ആ ധ്യാനത്തിന് ശേഷം ആ ധ്യാനത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ തുടർന്ന് വന്ന എല്ലാ മാസവും ഞങ്ങൾ ധ്യാനത്തിൽ പങ്കെടുക്കുക, ഇതിൻ്റെ അകത്ത് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുക, അത് തന്നെ ദൈവത്തിനുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പിക്കാനുള്ളൊരു മാർഗമായിട്ട് സ്വീകരിച്ച് ദിനംപ്രതി ഈ ധ്യാനത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഒത്തിരി ആളുകൾ ഇതിൻ്റെ അകത്ത് പങ്കെടുക്കാൻ തുടങ്ങി. ദൈവാത്മാവിൻ്റെ കൃപ എല്ലാവർക്കും ലഭിച്ചു. ദൈവാനുഭവം പങ്കുവെച്ച ധാരാളം ആളുകളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ധ്യാനം വളരെ എല്ലാ ആളുകൾക്കും പ്രയോജനമാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടാത്ത ഒറ്റ ആളുകളും ഈ ധ്യാനത്തിലുണ്ടായില്ല. എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വളരെ സന്തോഷവും സൗഭാഗ്യവും അനുഭവിച്ച ഒരു ജനതയിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇനി ശുശ്രൂഷ രംഗത്ത് ഏതായാലും കുടുംബം ഒന്നിച്ചാണ് പോകുന്നത് പറഞ്ഞല്ലോ, നമുക്ക് അവരെയൊക്കെ ഒന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താമോ? എൻ്റെ ഭാര്യ ജിഷയാണ്. ജിഷ ടീമിലെ പ്രത്യേകം മ്യൂസിക് പാട്ടുമായി ബന്ധപ്പെട്ട് ശുശ്രൂഷ ചെയ്യുന്നു. അതുപോലെ തന്നെ യുവജന ഗാനങ്ങൾക്കൊക്കെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാറുണ്ട്. തൊട്ടടുത്ത് നിൽക്കുന്നത് എൽഷദായി, എൻ്റെ ഇളയ പുത്രനാണ്. അവനിപ്പോൾ 8ലേക്ക് കയറി. മൂത്ത ആൾ എൽറോയ്, അവൻ ക്ലാസ്സിൽ പോയിരിക്കുകയാണ്. ഇതാണ് എൻ്റെ കുടുംബം. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോൾ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. മറ്റൊന്നും വേണ്ടിപ്പോൾ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. നമ്മൾ ഇത്രയും സമയം നിങ്ങളുടെ കുടുംബം ഒന്നിച്ച് നടന്ന ശുശ്രൂഷകൾ എന്തൊക്കെയാണെന്ന് കേൾക്കുകയായിരുന്നു. ഏറെ ആൾക്കാർക്ക് പ്രചോദനമാകും. ഈ കാര്യത്തിൽ നിങ്ങളോട് കാണിച്ച സഹകരണത്തിനും നിങ്ങളോട് കാണിച്ച സ്നേഹത്തിനും ഏറെ നന്ദി പറയുന്നു. മരിച്ചവരെ ഉയർപ്പിച്ചതാ, രോഗികളെ വിടുവിച്ചതാ, കൊടും കാറ്റിനെ അടക്കിയതാ, നിന്റെ ഒരു വാക്കുമതി എനിക്ക്. മരിച്ചവരെ ഉയർപ്പിച്ചതാ, രോഗികളെ വിടുവിച്ചതാ.
നമ്മൾ ഇത്രയും സമയം കണ്ടുകൊണ്ടിരുന്നത് വളരെ കൗമാരപ്രായത്തിൽ തന്നെ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനുഭവിക്കുവാനും അതിലൂടെ വളരെ ചെറുപ്പകാലം മുതൽ തന്നെ ഒരു പ്രേക്ഷിതനായി മാറുകയും സുവിശേഷ പ്രചാരകൻ എന്ന നിലയിൽ ഇത്രയും ആക്റ്റീവായിട്ടുള്ളൊരു അൽമേരെ നമ്മൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. തൻ്റെ തന്നെ ഒരുക്കവും തൻ്റെ തന്നെ പ്രാർത്ഥനയും തൻ്റെ തന്നെ സ്ഥിരമായിട്ടുള്ള സ്ഥായി ഘടകങ്ങളിലുള്ള ഉറപ്പും ഒക്കെ വായനയിലും പഠനത്തിലും പ്രാർത്ഥനയിലും ഒക്കെ അദ്ദേഹം വളർന്നു വന്നതുകൊണ്ട് തന്നെയാണ് കേരള സഭയ്ക്കും കേരളത്തിന് വെളിയിലും കേരളത്തിലുള്ള ധ്യാന മന്ദിരങ്ങളിലുമൊക്കെ അദ്ദേഹത്തെ തമ്പുരാൻ തൻ്റെ സുവിശേഷ പ്രചാരണത്തിനായി ഉപയോഗിച്ചത്. ഇന്നും പരിശുദ്ധാത്മാഭിഷേകം നേടി അനേകരെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ സഹോദരനെ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചതിൽ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇദ്ദേഹത്തിൻ്റെ ജീവിതം അനേകർക്ക് പ്രചോദനമാകട്ടെ. ആർക്കും കർത്താവിൻ്റെ സ്പർശനം ലഭിച്ചു കഴിഞ്ഞാൽ മാമോദീസായിലൂടെ കിട്ടിയിരിക്കുന്ന പ്രേരക വരപ്രസാദം ഉപയോഗിക്കാൻ തയ്യാറായാൽ എങ്ങനെയൊക്കെ അത് വളരുമെന്ന് നമ്മൾ ഷാജി ബ്രദറിലൂടെ കാണുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഇത്രയും സമയം നമ്മളോടത്ത് സഹകരിച്ച ഷാജി ബ്രദറിനും കുടുംബത്തിനും പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം നമ്മൾ ഇനി അടുത്ത ആഴ്ചയിൽ മറ്റൊരു വ്യക്തിയെ മറ്റൊരു സന്ദേശവുമായി നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.